നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം DYFI സംസ്ഥാന സമ്മേളനം നടക്കുന്ന തൃശ്ശൂർ പുഷ്പൻ നഗറിൽ അല്ലെങ്കിൽ പുഷ്പൻ നഗറോ വേദിയോ രക്തസാക്ഷി സ്മാരകമോ എന്താണെങ്കിലും നഗറാണെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അവിടെ പ്രദർശിപ്പിച്ചൊരു നാടകം അല്ലെങ്കിൽ അവതരിപ്പിച്ചൊരു നാടകത്തെ സംബന്ധിച്ചുള്ള വാർത്ത തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഒരു ആഭാസ നാടകം, അതിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തർക്കമൊന്നുമില്ല, അതൊരു ആഭാസ നാടകം തന്നെയാണ്. അതിനെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉയർന്നപ്പോൾ വിശദീകരണവുമായി പതിവ് കുറ്റവാളികൾ അല്ലെങ്കിൽ സ്ഥിരം കുറ്റവാളികൾ രംഗത്തെത്തിയിട്ടുണ്ട്. DYFIയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡൻറ്റ് സനോജോ, പിന്നെ ചില പൂക്കാസകൾ അല്ലെങ്കിൽ ഭാവി പൂക്കാസകൾ, സാഹിത്യകാരന്മാരെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. സ്ഥിരം ക്യാപ്സ്യൂളുകൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു ക്യാപ്സ്യൂളുകളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അവയിൽ സ്ഥിരമായി ഉപയോഗിച്ച് കണ്ടുവരുന്നൊരു വാക്കാണ് കുലസ്ത്രീ, മറ്റൊരു വാക്ക് കപട സദാചാരബോധം. ഇത് രണ്ടും ആസൂത്രിതമായി സൃഷ്ടിക്കപ്പെട്ട പ്രയോഗങ്ങളാണ്. ഈ കുലസ്ത്രീ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി കുടുംബജീവിതം നയിക്കുന്ന ഹിന്ദു സ്ത്രീകളെ സംബന്ധിച്ച് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൊരു പദമാണ്. ഈ പദം സൃഷ്ടിച്ചത് നമ്മുടെ കോപ്പി ടീച്ചറാണ്. നമ്മുടെ കോപ്പിയടിയിലൂടെ പ്രസിദ്ധയായ ദീപാ നിശാന്ത് ഉണ്ടല്ലോ, പഴയ ദീപാ നിശാന്ത്, ഇപ്പോൾ ആ പേര് മാറ്റിയെന്ന് തോന്നുന്നു, മറ്റെന്തോ MS NS അങ്ങനെ എന്തോ ആക്കിയെന്ന് തോന്നുന്നു. അവരാണ് ഈ പദം ആദ്യമായിട്ട് പൊതുമണ്ഡലത്തിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിന് പ്രചാരം നൽകുന്നത്. ഈ കുലസ്ത്രീ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ആ പദം ഉപയോഗിക്കുന്നത് കപട സദാചാരം. ഈ കുലസ്ത്രീ എന്നെവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താഴേക്ക് നീണ്ട ലേഖനമോ കുറിപ്പോ അല്ലെങ്കിൽ പ്രഭാഷണമോ ആണെങ്കിൽ അതിനപ്പുറത്തേക്ക് എവിടെയെങ്കിലും ഈ കപട സദാചാര ബോധവും ഉറപ്പായിട്ടും കാണും. ഇത് രണ്ടും അവർ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് പ്രേക്ഷകരൊന്ന് ചിന്തിക്കണം. അടിസ്ഥാനപരമായിട്ട് ഒന്ന്, ഹിന്ദു സ്ത്രീകളെ ഇഴത്തുക, മര്യാദയ്ക്ക് ജീവിക്കുന്നത്. രണ്ട് എന്നുള്ളത് അതിൻ്റെ പിന്നിലൊരു പുരുഷാധിപത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ആലോചിച്ച് നോക്കൂ, ഈ SFI, DYFI തുടങ്ങിയ യുവജന സംഘടനകളുടെയും ഇതിലേക്ക് യുവജന 40 വയസ്സ് കഴിഞ്ഞ് സ്വരാജൊക്കെ എങ്ങനെയാണ് യുവാവ് അല്ലെങ്കിൽ വിദ്യാർത്ഥിയാകുന്നത്? സ്വരാജിനെ പോലുള്ളവർ 40 വയസ്സൊക്കെ ഉള്ളവരാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ 3 പാർട്ടികളുടെയും നേതാക്കളെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അടിസ്ഥാനപരമായിട്ടൊരു പുരുഷ സ്വഭാവം എന്ന് നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ മാന്യത എന്നുള്ളത് തീരെ ഇല്ലാത്ത ഒരു കൂട്ടം വ്യക്തികളാണിവർ. അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും ഞരമ്പ് രോഗങ്ങളുമുണ്ടല്ലോ, അതിൻ്റെ പൂർത്തീകരണത്തിന് സ്ത്രീകളെ മാനസികമായി തയ്യാറെടുപ്പിക്കുവാൻ അവർക്ക് ഏറ്റവും നല്ല മാർഗം കുലസ്ത്രീയായിട്ട് നടന്നാൽ, അതായത് അടങ്ങി ഒതുങ്ങി എന്നുള്ളത് ഒരു വളരെ ലജ്ജാകരമായിട്ടുള്ള വാക്കായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ആ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് വാർത്ത വായിക്കുന്നു എന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വിശകലനം അവതരിപ്പിക്കുന്നു, ആ രീതിയിൽ കണ്ടാൽ മതി. അല്ലെങ്കിൽ മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി ജോലി ചെയ്ത് അല്ലെങ്കിൽ വീട്ടു ജോലികൾ കൃത്യമായി ചെയ്ത് മക്കളെ വളർത്തി ഭർത്താവുമായി സന്തോഷത്തോടെ ജീവിക്കുന്നൊരു സ്ത്രീ. ഇനി വിവാഹിതയല്ലെങ്കിൽ സ്വന്തമായി ജോലി ചെയ്ത് സ്വന്തം ജീവിതം കെട്ടിപ്പടുത്ത് മാതാപിതാക്കളെയും മറ്റ് സമൂഹത്തെയും ഒക്കെ തന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിച്ചും സംരക്ഷിച്ചും ജീവിച്ചു പോകുന്നൊരു സ്ത്രീ. അവർ ചെയ്യാത്തൊരു കാര്യം എന്നുള്ളത് ഈ സഖാക്കന്മാരുടെ കൂടെ കുടിച്ചു കൂത്താടുവാനായിട്ട് മുതിരാറില്ല എന്നുള്ളതാണ്. അങ്ങനെ അവരെ ആ ഒരു കുടിച്ചു കൂത്താട്ടത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇത് ചെയ്തില്ലെങ്കിൽ നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രയല്ല എന്നുള്ളൊരു ബോധം അവരുടെ മനസ്സിൽ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ഈ കുലസ്ത്രീ, കപട സദാചാരബോധം എന്നുള്ള പദങ്ങൾ, പ്രയോഗങ്ങൾ അവർ ഉപയോഗിക്കുന്നത്. അതിനൊരു സംശയവും വേണ്ട. കാരണം ഈ സദാചാരം എന്ന് പറയുന്നത് ഒട്ടും മോശമായിട്ടുള്ളൊരു പ്രയോഗമല്ല, വാക്കല്ല, യഥാർത്ഥ മൂല്യത്തിൽ, അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ. കാരണം ഈ സദാചാരം അല്ലെങ്കിൽ സദാചാര ബോധമാണ് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയുവാനായി എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കുന്നത്. ഈ സദാചാര ബോധമാണ് അച്ഛനെയും സഹോദരനെയും തിരിച്ചറിയുവാൻ ഇവന്മാർ പറയുന്ന ഈ കുലസ്ത്രീകളെ പ്രാപ്തരാക്കുന്നത്. അതില്ലാത്തവർ അമ്മയുടെ കുളിമുറിയിൽ ഒളിക്യാമറ വയ്ക്കുന്ന സഖാക്കളായി മാറും. അത്തരത്തിലുള്ള വാർത്തകൾ നാം കണ്ടിട്ടുണ്ട്. എവിടെയും ഒളിക്യാമറ വയ്ക്കുന്ന, കഞ്ചാവിൻ്റെ ലഹരിയിൽ ആരുമായും കൂത്താടുന്ന ഇത്തരത്തിലുള്ള അസഭ്യ നാടകങ്ങൾ അവതരിപ്പിക്കുവാൻ യാതൊരു മടിയുമില്ലാത്തവരായി, അതിനെ ന്യായീകരിക്കുവാൻ അതിലും ലജ്ജ കുറഞ്ഞവരായി അവർ പരിണാമം ചെയ്യും. അതിനൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിലൊരു പറഞ്ഞല്ലോ, ഈ യൂട്യൂബ് അനുവദിക്കുന്ന നമ്മുടെ തത്വമയി ന്യൂസിൻ്റെ ഒരു സദാചാര പരിധിയുണ്ട്. ചില കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ
അർത്ഥം മുഖം നിങ്ങളെ വ്യക്തമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് സംവദിക്കണമെങ്കിൽ, ബോധ്യപ്പെടുത്തണമെന്നുള്ളത് ഞാൻ പിൻവലിക്കുന്നു, സംവദിക്കണമെങ്കിൽ ചിലപ്പോൾ സദാചാരത്തിൻ്റെ ഇവൻ പരിധി പോലെ, അല്ലെങ്കിൽ സഭ്യതയുടെ പരിധി ലംഘിക്കേണ്ടി വരും. എന്നാലും ശ്രമിക്കാം. ഇത്തരത്തിലുള്ള അസഭ്യ നാടകങ്ങൾ കൊണ്ട് അവരുദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഒരു ക്യാപ്സ്യൂൾ അവരിറക്കുന്നതിനെ ന്യായീകരിക്കുവാൻ, സ്ത്രീ ശരീരത്തിൻ്റെ എന്താ പറയുക, ഉള്ളിലെ കലയുടെ തിക്കിത്തികിട്ടലാണ്, അതിൻ്റെ ഒരു പ്രദർശനമാണ്, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ കല അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് എന്നൊക്കെ പറയും. കൃത്യമായിട്ട് നഗ്നത എന്നുള്ളൊരു വികാരം, അല്ലെങ്കിൽ ആ സ്ത്രീ ശരീരം നഗ്നമാണ് എന്നുള്ളൊരു വികാരം പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെങ്കിൽ കാലിൻ്റെ വിരൽത്തുമ്പ് മാത്രം കാട്ടിക്കൊണ്ട് ചെയ്യാനറിയാവുന്ന, അത് സാധിച്ചെടുക്കാനറിയാവുന്ന സംവിധായകരും നാടകകൃത്തുക്കളും നടന്മാരും നടിമാരും ഉണ്ടായിരുന്ന രാജ്യമാണ് ഭാരതം. കാരണം ഭരതമുണ്ടായ നാടാണ് ഭാരതം. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. പൂർണ്ണമായിട്ടും കൊമേഴ്സ്യൽ സിനിമകളിലേക്ക് നമുക്കൊന്ന് പോയാൽ, കൊമേഴ്സ്യൽ സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സെൻഷ്വസ് ആയിട്ടുള്ള സെക്സി ആയിട്ടുള്ള നടി ഹിന്ദി നടി രേഖയാണ്. മുൻകാല നായികയായിരുന്നു രേഖ. ഒരുപാട് ഗ്ലാമറസ് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് ഒരു ധാരണ പ്രേക്ഷകർക്കിടയിലുണ്ട്. സെൻഷ്വാലിറ്റി എന്നുള്ളത് രേഖയെ സംബന്ധിച്ച് എടുത്തു പറയുന്നൊരു വാക്കാണ്. പക്ഷേ രേഖ ബിക്കിനി ധരിച്ച് അഭിനയിച്ച രംഗങ്ങൾ വളരെ വിരളമാണ്. മിക്കവാറും സിനിമകളിൽ അവർ സാരിയും ബ്ലൗസും ആയിരിക്കും ധരിച്ചിരിക്കുന്നത്. അവരുടെ സെൻഷ്വാലിറ്റി അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി വരുന്നത് അവരുടെ കണ്ണുകളിൽ നിന്നാണ്, അവരുടെ മുഖഭാവങ്ങളിൽ നിന്നാണ്, അവരുടെ അഭിനയത്തിൽ നിന്നാണ്. അതായത് ശരീരപ്രദർശനം വേണ്ട, സെൻഷ്വൽ ആയിട്ടുള്ളൊരു സീനിൽ അഭിനയിക്കുവാൻ. ഇത് അഭിനയത്തിൻ്റെ ഒരു പൂർണ്ണ മാസ്റ്റർ ക്ലാസ് ഒന്നുമല്ല. കാരണം ഞാൻ അഭിനേതാവല്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അംഗപ്രദർശനം വേണ്ട അഭിനയത്തിലൂടെ ഒരു യഥാർത്ഥ അഭിനേതാവിന് പ്രേക്ഷകരുമായി സംവദിക്കാൻ. അതിപ്പോൾ മീസ എന്നുള്ളൊരു നാടകമാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതിന് കപട സദാചാര എന്നുള്ളത്, ഈ സദാചാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാരണമാണെന്നും അവർക്കറിയാം കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അംഗപ്രദർശനം വേണ്ട എന്നുള്ളത് സത്യസന്ധമായൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ DYFIക്ക് ആളെ പിടിക്കണമെങ്കിൽ അംഗപ്രദർശനം നടത്തിയേ മതിയാവുകയുള്ളൂ. സ്ത്രീയെ ഉപഭോഗ വസ്തുവായി മാറ്റിയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് അവരത് ചെയ്യുന്നു. പിന്നീട് ക്യാപ്സ്യൂൾ ഇറക്കി ന്യായീകരിക്കുന്നു. പൂക്കാസകൾ ഇപ്പോഴുള്ള സാഹിത്യകാരന്മാരെല്ലാം അതിലുണ്ടെങ്കിലും അവരും അത് ന്യായീകരിക്കുന്നു. പലരും വിട്ടുപോകാൻ ഒരുങ്ങുകയാണ്. എന്നാലും ഇപ്പോഴും ബാക്കിയുള്ളവർ, അല്ലെങ്കിൽ ഈ പരന്ന വായനയുള്ള സ്വരാജിനെ ആരാധിച്ചു വരുന്ന പല എഴുത്തുകാരന്മാരും എഴുത്തുകാരികളുമെല്ലാം ഇതിനെ ന്യായീകരിക്കുവാനായ ക്യാപ്സ്യൂളുകളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കറങ്ങുന്നുണ്ട്. വലിയ വിവാദമൊന്നും ആകാൻ പോകുന്നില്ല. കാരണം ഇതെന്ന് പറയുന്ന തലപോകുന്ന കുറ്റമൊന്നുമല്ലല്ലോ. ഒരു എന്താ പറയുക, പരസ്യമായ അശ്ലീല പ്രദർശനത്തിന് വേണമെങ്കിൽ കേസെടുക്കാം. VD സതീശൻ സർക്കാർ ഈ സദാചാരവാദികളെ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട്, കപട സദാചാരക്കാരെന്ന് അവരെ വിളിക്കുന്നത് കൂട്ടത്തിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരും കേസെടുക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അതിൻ്റെ പിന്നാലെയൊന്നും നാം അധികം തലപോയിക്കേണ്ട കാര്യമില്ല. ഈ സദാചാരം എന്നുള്ള വാക്കിൻ്റെ തൊട്ട് മുൻപ് ഇവർ കപടം എന്നുള്ളത് ചേർക്കുന്നതും കൂടി എന്തിനാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം പറഞ്ഞ് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. സദാചാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വികാരമാണെന്നുള്ളത് ഈ ആർക്കറിയില്ലെങ്കിലും, എനിക്കും നിങ്ങൾക്കും അറിയില്ലെങ്കിൽ പോലും അന്തംഗമികൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ വാക്ക് സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ യഥാർത്ഥ അർത്ഥം അന്വേഷിക്കുവാൻ മനുഷ്യ മനസ്സുകൾ തയ്യാറാകുമെന്നുള്ളതും അവർക്കറിയാം. അതുകൊണ്ടാണ് അതിന് മുൻപ് കപടം എന്നുള്ളത്. അത് ചേർത്താൽ സ്യൂഡോ സെക്യുലറിസം എന്ന് നമ്മൾ പറയുന്നത് പോലെ അത് സത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്തിനെങ്കിലും മുമ്പേ സ്യൂഡോ ചേർക്കുന്നത് പലപ്പോഴും ഒരു മിസ്ഡിറക്ഷൻ ആവുന്നത് പോലെ തന്നെയാണ് ഇവർ ഈ കപട സദാചാരം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സദാചാരത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ കുലസ്ത്രീക്ക്, അല്ലെങ്കിൽ കുലസ്ത്രീ എന്ന വാക്കിൻ്റെ വിപരീതാർത്ഥം കൂടി അറിയണം. കുലസ്ത്രീ എന്ന വാക്കിൻ്റെ വിപരീതാർത്ഥം സത്യസന്ധമായി പറഞ്ഞാൽ കുലട എന്നുള്ള വാക്കാണ്. അത് പക്ഷേ പ്രയോഗിച്ചാൽ അപ്പോൾ മറുവശത്ത് നിന്ന് രോദനവും നിലവിളികളും ഉയരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളെ ആരെങ്കിലും കുലസ്ത്രീ എന്ന് പരിഹാസ രൂപേണ വിളിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ തിരിച്ച് ഒരു ചാഞ്ചല്യവുമില്ലാതെ പ്രയോഗിക്കാൻ പറ്റിയൊരു വാക്കാണ്
കുലട എന്നുള്ളത്. നിങ്ങളെ ഒരു പുരുഷനാണ് വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പരിചയമുള്ള കുലടകളെ ഓർമ്മിപ്പിക്കുക. അദ്ദേഹത്തിന് അസഭ്യമൊന്നും പറയണ്ട. ഇത് ഈ കുലടകൾ എവിടെയാണ്, കുലസ്ത്രീകൾ എവിടെയാണ്, അതിൻ്റെ യഥാർത്ഥ ആ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥങ്ങളിൽ എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിലെ ചർച്ചാ വിഷയം. അല്ലാതെ അംഗപ്രദർശനമോ കമ്മികളുടെ ആഭാസത്തരമോ അല്ലെങ്കിൽ DYFI ആളെ പിടിക്കാനായി ക്യാബറേ നടത്തുന്നു എന്ന് വിമർശിക്കുന്നവരുടെ ആ ഒരു വിമർശനമോ ഒന്നുമല്ല. ആ വിമർശനങ്ങളിലൊക്കെ സത്യമുണ്ട് എന്നുള്ളത് സാധാരണക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും മീസായ്ക്കെതിരെ ആഞ്ഞടിച്ചതാണ്. മീസായ്ക്കെതിരെ ഇവരെവിടെ ആഞ്ഞടിച്ചു? കമ്മ്യൂണിസ്റ്റുകാർ ഏതാണ്ട് പൂർണ്ണമായും ഒളിവിലായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത്. പിണറായി വിജയൻ പോലീസുകാരോടെന്തോ ധാർഷ്ട്യം പ്രകടിപ്പിച്ചതിന് അവർ കൊണ്ടുപോയി പഞ്ഞിക്കിട്ടു, രക്തം പുരണ്ട ഒരു ഷർട്ട് കിട്ടി. അതിനപ്പുറത്തേക്ക് EMS AKG ആ സമയത്ത് ശയ്യാവലംബിയായിരുന്നു. AKG ആണ് ഇവരുടെ ഏറ്റവും വലിയ മുന്നണി പോരാളി ആ സമയത്തുള്ളത്. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരു ശാരീരികാവസ്ഥയായിരുന്നു ആ സമയത്ത്. EMSനെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. പിന്നെ എന്ത് പോരാട്ടമാണ് ഇവർ മീസയ്ക്കെതിരെ നടത്തിയത്? ശരിയാണ്, ജയിലിൽ പോയിട്ടുണ്ട്, കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ലേഖനങ്ങൾ പോലും പലപ്പോഴും അച്ചടിച്ച് വന്നിരുന്നത് RSSകാർ പല കഷ്ണങ്ങളാക്കി കൊണ്ടു നടന്ന കൽപ്രസ്സുകളിൽ അച്ചടിച്ച്, കുരുക്ഷേത്രയുടെ കൽപ്രസ്സുകളിൽ അച്ചടിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇപ്പോൾ അടക്കം പറയുന്ന രീതിയിലെങ്കിലും അന്നത്തെ കാലം ഓർമ്മയുള്ളവരത് സമ്മതിച്ചു തരും. പരസ്യമായി അവർ സമ്മതിച്ചു തരില്ല. പിന്നെ എന്ത് പോരാട്ടമാണ് ഇവർ മീസയ്ക്കെതിരെ നടത്തിയത്? ഇത് മീസയ്ക്കെതിരെയുള്ള പോരാട്ടമല്ല, മറ്റേ മീശ നോവലുണ്ടല്ലോ, അതിൻ്റെ പുതിയ രൂപം മാത്രമാണ്. ക്യാബറേ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതിന് കപട സദാചാരവാദികളെന്നോ കുലസ്ത്രീയെന്നോ നിങ്ങളെ വിളിച്ചാൽ സദാചാരമില്ലാത്ത ആഭാസന്മാരെന്നും കുലടകളെന്നും തിരികെ വിളിക്കുവാൻ, അല്ലെങ്കിൽ ആ പദങ്ങൾ തിരികെ ഉപയോഗിക്കുവാനുള്ള മടി, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന ഒരു തടസ്സത്തിൻ്റെ പേരിൽ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും വളരെ പ്രസക്തമാണ്. ആ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.